പഠനത്തിനോടൊപ്പം കൃഷി ചെയ്തും മീൻ വളർത്തിയും മിയാവാക്കി വനമൊരുക്കിയും കൃഷിയിൽ സംസ്ഥാന അവാർഡ് നേടിയ ഗവൺമെന്റ് ഗേൾസ് HSS ചേർത്തല. ചരിത്രമുറങ്ങുന്ന ചേർത്തലയിൽ 1915 ആരംഭിച്ച ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല അക്കാദമികേതര പ്രവർത്തനങ്ങളിൽ 100 മേനി നേടി നാടിന് മാതൃകയാകുന്നു. SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം, മികച്ച ഹൈടെക് സംവിധാനങ്ങളും ലാബുകളും അക്കാദമിക മികവിന് മാറ്റുകൂട്ടുന്നു. സംസ്ഥാന ശാസ്ത്രമേളകളിലെ പങ്കാളിത്തവും ദേശീയ അന്തർദേശീയ താരങ്ങളെ സമ്മാനിച്ച കളിക്കളങ്ങളും സ്കൂളിന് മികവേറ്റു. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ റേഡിയോ പ്രോഗ്രാം. ഉച്ചഭക്ഷണ ഇടവേളയിൽ വിനോദവും വിജ്ഞാനവും പകരുന്ന നിരവധി പരിപാടികളുമായി റേഡിയോ ഗേൾസ് കുട്ടികൾക്ക് മുന്നിലെത്തുന്നു. കുട്ടികളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി അധ്യാപകർ കുട്ടികളുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്നു. കുട്ടികളെ ശരിയായി നയിക്കാൻ അവരെക്കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇതിനായി സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും പ്രൊഫൈലുകൾ അധ്യാപകർ തയ്യാറാക്കുന്നു. കുട്ടികളുടെ ജന്മദിനത്തിനും അല്ലാതെയും ലഭിച്ച പുസ്തകങ്ങൾ കൊണ്ട് എല്ലാ ക്ലാസ് മുറികളിലും ക്ലാസ് ലൈബ്രറികൾ ക്രമീകരിച്ചിരിക്കുന്നു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വീടുകളിൽ കമ്പ്യൂട്ടറുമായി എത്തിച്ചേർന്ന് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന IT at Home പദ്ധതി ഈ സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കുട്ടിവാർത്ത എന്ന പേരിൽ വാർത്താ പരിപാടി സംപ്രേഷണം ചെയ്യുന്നു. വാർത്ത തയ്യാറാക്കൽ, വായന, ക്യാമറ, എഡിറ്റിംഗ് തുടങ്ങി എല്ലാ മേഖലകളും കുട്ടികൾ തന്നെ കൈകാര്യം ചെയ്യുന്നു. വിദ്യാലയത്തിന്റെ വളർച്ചയിൽ പൊതുസമൂഹത്തിനെയും ചേർത്തു നിർത്താൻ അമ്മ അറ്റ് ഈ ലോകം എന്ന പേരിൽ അമ്മമാർക്കായി കമ്പ്യൂട്ടർ പരിശീലനം, സഹജീവികളോടുള്ള കരുതലിന്റെ പ്രതീകങ്ങളായി സഹപാഠികൾക്ക് കൈത്താങ്ങാകുന്ന തണൽ കൊടുക്കയും വിശക്കുന്നവർക്ക് അന്നമേകുന്ന അക്ഷയപാത്രവും ഞങ്ങളുടെ മുഖമുദ്രകളാണ്. വിവിധ കാലയളവുകളിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്കുകൾ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തുന്നു. അനുദിനമാർന്ന സാങ്കേതിക വിദ്യ ഞങ്ങൾ കരസ്ഥമാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നു. റോബോട്ടിക്സ് ക്ലബിന്റെ ഭാഗമായി സമീപ പ്രദേശത്തെ സ്കൂളുകളിലും റോബോട്ടിക്സ് പരിശീലനം നൽകുന്നു. ഞങ്ങളുടെ സ്കൂൾ ഒരു ഹരിത വിദ്യാലയം കൂടിയാണ്. ലവ് പ്ലാസ്റ്റിക് എന്ന പദ്ധതിയിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പ്രകൃതിയെ അറിയുവാനും ഇണങ്ങിച്ചേരുവാനും മീൻ വളർത്തൽ കേന്ദ്രം, മിയാവാക്കി വനം എന്നിവയിലൂടെ കുട്ടികളെ കൃഷിയിലേക്ക് എത്തിക്കുന്നു. കാർഷിക ക്ലബ് വഴി വീടുകളിലേക്ക് വ്യാപിപ്പിച്ച കൃഷി സംസ്ഥാന അവാർഡിൽ എത്തി നിൽക്കുന്നു. മുകുളം എന്ന പേരിൽ കുട്ടികൾക്ക് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിൽ പരിശീലനം നൽകുന്നു. സ്വയം തൊഴിൽ പദ്ധതിയായ ഇതൾ മറ്റൊരു പ്രത്യേകതയാണ്. പാഠഭാഗങ്ങളിലെ പ്രയാസമേറിയ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പോസ്റ്ററുകളും ആനിമേഷനുകളും തയ്യാറാക്കുന്ന സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് മറ്റൊരു പ്രത്യേകതയാണ്. സ്കൂൾ വിക്കിയിലൂടെ ഇവ എല്ലാവർക്കും ലഭ്യമാകും. പ്രത്യേകം പരിശീലനം ലഭിച്ച 13 അംഗ വിദ്യാർത്ഥി കൂട്ടം സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്കൂൾ വിക്കി പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അന്യം നിന്ന കലാരൂപങ്ങളെ ചേർത്ത് നിർത്തി കലോത്സവങ്ങളെ സംസ്ഥാന തലത്തോളം ഉയർത്തിയ നിരവധി പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സമൂഹത്തിന് മാതൃകയാവുകയാണ്.